കൂട്ടുകാരെ, ജൂലൈ 23-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ യാത്ര ഞാൻ പുറപ്പെടുകയാണ്. പട്ടാമ്പിയിലേക്കാണ് എൻ്റെ യാത്ര. ഒരു യക്ഷിയെ പിടിക്കാനാണ്. ശേഷം സ്ക്രീനിൽ ഇന്നത്തെ ലൊക്കേഷനിലെത്തി. ഇതാണ് സ്ഥലം. ഗംഭീര ലൊക്കേഷനാണ്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഈ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. പാട്ടം എന്ന് പറഞ്ഞ സിൻസൺ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആ ഷോർട്ട് ഫിലിമിൻ്റെ ലൊക്കേഷൻ ഇവിടെയായിരുന്നു. കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഗംഭീര സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. നമ്മുടെ വേണ്ടപ്പെട്ട അമ്മായിമ്മ ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഞങ്ങളെ കാണിക്കാം. ഇവിടെ വന്നപ്പോഴല്ലേ അതേ നമ്മുടെ അമ്മായിമ്മ ഇവിടെ ഇരിക്കുന്നത്. അമ്മായിമ്മ എന്തെങ്കിലുമൊക്കെ പറയും. അമ്മായിമ്മ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. ഞാനായത് അമ്മായിമ്മയിലൂടെയാണ്. അങ്ങനെ അവസ്ഥ വന്ന സുരേഷ് വാഴപ്പള്ളി സാറിനും അനീഷ് സാറിനും 1000 നന്ദി. കാരണം എനിക്ക് അനീഷ് സാറിനെയാണ് ആദ്യം മുതലേ അറിയാൻ പറ്റുന്നത്. വാഴപ്പള്ളി സാറിനെ പിന്നെയാണ് കണ്ടത്. ആ കുടുംബത്തിൽ ഒരു അംഗമാകാൻ സാധിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ, ഇതിൻ്റെ മേക്കപ്പ് നമ്മുടെ നമ്മൾ സിനിമയിൽ സുഹാസിനിക്ക് മേക്കപ്പ് ചെയ്ത ആർട്ടിസ്റ്റാണ് ഇദ്ദേഹം. കുറേ ഫിലിമിലൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നു. നമുക്ക് ആളോട് എന്തെങ്കിലും ചോദിക്കാം. ഞാൻ വന്ന് ബാംഗ്ലൂർ. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് 30 ഇയേഴ്സിൻ്റെ മേക്കപ്പ് വർക്ക് ചെയ്തു. ഞാൻ നമ്മൾ വെക്കേഷൻ പിന്നെ തീർത്ഥാടനം എന്തെല്ല പടം ചെയ്തു. സുഹാസിനി പേഴ്സണൽ മേക്കപ്പാണ്. അത്രയും നല്ല ഒരാളുടെ ഒപ്പം നമ്മൾക്കും കൂടി വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം ഒരു സന്തോഷം. അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തിനെ മീറ്റ് ചെയ്തു. ഓക്കെ, ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളിൽ കാണാം. അങ്ങനെ ആദ്യത്തെ ഷോട്ടും രണ്ടാമത്തെ ഷോട്ടും വളരെ ഇതിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റി. എന്തായാലും ഇതൊരു സിനിമ യൂണിറ്റ് സെറ്റപ്പിലാണ് ചെയ്യുന്നത്. ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇറങ്ങണം എന്നുള്ള പ്രാർത്ഥന